الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഉള്ളത്. നാം അനുഷ്ഠിക്കുന്ന എല്ലാ ഇബാദത്തുകളും അതിൻ്റെ കുറവുകളും ന്യൂനതകളും ഒക്കെ പരിഹരിച്ച് പടച്ചറബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ശാരീരികവും മാനസികവുമായ കരുത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവുകയില്ല. മനുഷ്യനെ പടച്ച അള്ളാഹു തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി അറിയിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഒരു സംഗതിയാണത്. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കൾ എല്ലാവരും അഥവാ മനുഷ്യരെല്ലാവരും അബദ്ധങ്ങൾ, പിഴവുകൾ സംഭവിക്കുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ, ആ പിഴവ് സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ, ഉത്തമർ
പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്ന ആളുകളാണ്. അപ്പൊ തെറ്റുകൾ സംഭവിക്കുക എന്നതല്ല, ആ തെറ്റുകളിൽ യാതൊരു കുറ്റബോധവും തോന്നാതെ, പശ്ചാത്താപവും തോന്നാതെ നന്നാവണമെന്ന ചിന്തയില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുരന്തം. മറിച്ചാണെങ്കിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയും എനിക്കൊന്ന് മാറണം എന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് രക്ഷയുടെ അടയാളങ്ങളാണ്. അത്തൗബത്തു യസീറത്തുൻ ലിമൻ യസ്സറഹല്ലാഹ്. അല്ലാഹ് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾക്ക് തൗബ വളരെ ലളിതമാണ്, സൗകര്യമാണ്. അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളും വിശേഷണങ്ങളും പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ 2 നാമങ്ങളാണ് അത്തവ്വാബ്, അൽ ഗഫാർ. ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ പുറത്തു കൊടുക്കുന്നവനുമാണ് അള്ളാഹു എന്ന ആ നാമങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും പടച്ചറബ് നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുവാനും പുറത്തു തരുവാനും സന്നദ്ധനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് തൗബ നൽകുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന് തൗഫീഖും മിൻഹു ലിത്തൗബ, തൗബ ചെയ്യുവാനുള്ളൊരു മനസ്സ്, ഒരു തൗഫീഖ് നൽകുക എന്നതാണെങ്കിൽ, രണ്ടാമത്തേത് വഖബൂലുൻ ലഹാ ബഅദ വുജൂദിഹാ മിനൽ അബ്ദ്, ഒരടിമ ആത്മാർത്ഥമായി തൗബ ചെയ്യുമ്പോൾ ആ പശ്ചാത്താപം സ്വീകരിക്കുക എന്നതുമാണ് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തൗബ. അള്ളാഹു അത് സ്വയം ഏറ്റതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല. അവിവേകം മൂലം വൃത്തികേടുകൾ, തിന്മകൾ പ്രവർത്തിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് പശ്ചാത്താപം ചെയ്തു കൊടുക്കും, അല്ലാഹ് തൗബ സ്വീകരിക്കുമെന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്ത ഒരു ബാധ്യതയാണ്. കറമം മിൻഹു വജൂദ, പടച്ചറബിന്റെ ഔദാര്യമായി, അള്ളാഹുവിന്റെ ദാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളാകുന്ന നിസ്സാരരായ സൃഷ്ടികൾ, അവരിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവന്റെ അപാരമായ ഔദാര്യം നൽകിക്കൊണ്ട്, അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ആ പശ്ചാത്താപത്തെ സ്വീകരിക്കുമെന്നാണ് പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിന് നിരവധി അവസരങ്ങൾ നമ്മുടെ മുന്നിൽ അള്ളാഹു തുറന്നിട്ടിരിക്കുകയാണ്. ഏത് സമയത്തും പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടി ചെല്ലുവാൻ ഒരു മനുഷ്യന് സാധിക്കും. അത് മരണത്തിന് മുമ്പാകണമെന്ന് മാത്രം. ഏത് സമയത്തും, റമദാനിൽ എന്ന് മാത്രമല്ല, ഏത് മാസത്തിലും ഏത് ദിവസങ്ങളിലും പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായി നമുക്ക് തിരിച്ചു ചെന്നാൽ അള്ളാഹു നമ്മളെ ആട്ടി അകറ്റുകയില്ല. എത്ര വലിയ മഹാപാതകമാണ് എങ്കിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, എന്റെ അടിമകളോട്, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അന്യായങ്ങൾ പ്രവർത്തിച്ച് അതിര് വിട്ടുപോയിട്ടുള്ള എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ആരും പടച്ചറബിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, സർവമാന തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും വളരെയധികം കരുണ ചെയ്യുന്നവനുമാണ്. പരിശുദ്ധ ഖുർആൻ ഓതിപ്പോയിട്ടുള്ള ആളുകൾക്ക്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, എത്രയോ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് എന്ന്. പരിശുദ്ധ ഖുർആനിൽ തന്നെ 85-ാം അധ്യായം സൂറത്തുൽ ബുറൂജ് നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു സംഭവം അള്ളാഹു നമ്മെ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകളുടെ ഒരു ചരിത്രം. അഥവാ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് എന്ന് തുടങ്ങിക്കൊണ്ട് സൂറത്ത് ബുറൂജിന്റെ 4-ാമത്തെ വചനം മുതൽ അള്ളാഹു പറഞ്ഞു തരുന്ന ഒരു വിഭാഗം ആളുകൾ, അതായത് സത്യവിശ്വാസികളായ ആളുകളെ അവർ സ്വീകരിച്ച ആശയത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ കിടങ്ങുകുഴിച്ച് അതിൽ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിഞ്ഞ് ആ തിന്മയിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ആളുകൾ. സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ
തയ്യാറാകുന്ന ആളുകളാണെങ്കിൽ ആ തീക്കുണ്ടാരം കാണിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങളുടെ ഏകദൈവ വിശ്വാസവും തൗഹീദും തവക്കുലും ഒക്കെ ഒഴിവാക്കി ഞങ്ങളുടെ ശിർക്കിലേക്ക്, ബഹുദൈവത്വത്തിലേക്ക് നിങ്ങൾ വരുവാൻ ഒരുക്കമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തും. ഇല്ല എങ്കിൽ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമായിരുന്നു. ഇതാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്. ആ കിടങ്ങ് കുടിച്ച് അതിൽ അഗ്നികുണ്ടാരങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ജീവനുള്ള പച്ചയായ മനുഷ്യന്മാരെ ഇട്ട് അവർ വെന്ത് ഉരുകുന്നത് കണ്ട് ആർത്തട്ടഹസിച്ച് സന്തോഷിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ. എത്രമാത്രം കൊടും ക്രൂരതയാണ് നിരപരാധികളായ വിശ്വാസികളെ അവർ ചെയ്തു കൂട്ടിയത്. ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ ആണുങ്ങളെയും സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളെയും അവർ കുഴപ്പത്തിലാക്കി. സുമ്മലം യതൂബു, എന്നിട്ട് അവർക്കൊരു കുറ്റബോധം തോന്നിയില്ല, പശ്ചാത്തപിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്, അവർക്ക് ജഹന്നമാകുന്ന നരകത്തിന്റെ ശിക്ഷയുണ്ട്, അതേപോലെ കരിച്ചു കളയുന്ന ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ അവിടെ പ്രത്യേകം ഉണർത്തുകയാണ്. ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഉണർത്തിയ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പൂർവികരായ ഇമാമിങ്ങൾ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യം, ഉൻളുറു ഇലാ ഹാദൽ കർമി വൽ ജൂദ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിലേക്കും അവന്റെ കാരുണ്യത്തിലേക്കും നിങ്ങളൊന്ന് നോക്കൂ. ഹും ഖതലു ഔലിയാഅഹു, അള്ളാഹുവിന്റെ ഔലിയാക്കളെ, പടച്ചറബിന്റെ ഇഷ്ടദാസന്മാരെയാണ് അവർ ക്രൂരമായി കത്തിച്ചു കൊന്നുകളഞ്ഞത്. വഅഹ്ല ത്വാഅതിഹി, പടച്ചറബിനെ വഴിപ്പെട്ട് ജീവിച്ച പുണ്യാത്മാക്കളെയാണ്, നല്ല മനുഷ്യന്മാരെയാണ് ജീവനോടെ അവർ കത്തിച്ചു കളഞ്ഞത്. വഹുവ യദ്ഊഹും ഇല തൗബതി വൽ മഗ്ഫിറ, എന്നിരുന്നിട്ട് കൂടി പടച്ചറബ് അവരെ ക്ഷണിക്കുകയാണ് തൗബയിലേക്ക്. നിങ്ങൾ ചെയ്ത കൊടും പാതകത്തിന് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ, അവനോട് പൊറുക്കലിനെ തേടുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? എങ്കിൽ നിങ്ങൾക്കും പൊറുക്കുവാൻ അല്ലെങ്കിൽ പൊറുക്കപ്പെടുവാനുള്ള അവസരങ്ങളും സാധ്യതകളുമുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കൊന്നും തൗബയില്ല എന്ന് ഒരാളും കരുതേണ്ടതില്ല. അയാളുടെ കാഴ്ചപ്പാടിൽ എത്ര കണ്ട് മോശമായ പ്രവൃത്തികളും വൃത്തികേടുകളും ചെയ്തു കൂട്ടിയവനാണ് എങ്കിലും, ഞാനൊന്നും ഇനി റബ്ബിലേക്ക് തിരിച്ചു ചെന്നാൽ റബ്ബെന്നെ സ്വീകരിക്കുകയില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത് പിശാചിന്റെ കെണിയാണ് എന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സകലമാന ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുസിയായ ഒരു ഹദീസിലൂടെ അള്ളാഹു പറയുന്നതായി നമ്മെ അറിയിച്ച സംഗതി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം ദീർഘമായ ഹദീസിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാവും പകലും എന്നുള്ള വ്യത്യാസമില്ലാതെ നിങ്ങൾ അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പടച്ചറബ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നു. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, എന്നാൽ നിങ്ങളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി എന്നോട് പൊറുക്കലിനെ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്നാണ് കാരുണ്യവാനായ പടച്ചറബ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞതാണ്: അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അവർ അറിയുന്നില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ലേ, തീർച്ചയായും പടച്ചറബ് അവന്റെ അടിമകളിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുമെന്ന്. വയഉഖുദു സ്വദഖാത്ത്, അവർ കൊടുക്കുന്ന ദാനധർമ്മങ്ങളും പടച്ചറബ് സ്വീകരിക്കും. അത് വളർത്തി വലുതാക്കി, ഒരു ഈത്തപ്പഴമാണ് ഒരാൾ ദാനമായി നൽകിയതെങ്കിൽ ഉഹുദ് മലയോളം വലിയതായി അള്ളാഹു അയാൾക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ്. ഒരു ദീനാർ, ഒരു ദിർഹം, ഒരു രൂപയാണ് പടച്ചറബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതെങ്കിൽ അള്ളാഹു അത് വളർത്തി വലുതാക്കി അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളും കാണുവാൻ സാധിക്കും. വഅന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ് എന്നും അവർക്കറിഞ്ഞുകൂടെ എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 104-ാമത്തെ ആയത്തിൽ വീണ്ടും ഇതേപോലെയുള്ള സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു ശൂറയിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്: വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി, അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനാണ്. വയഅഫു അനിസ് സയ്യിആത്ത്, അവർ ചെയ്തു പോയിട്ടുള്ള തിന്മകൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്.
എന്നും അവർ അറിയുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞു വരുന്നില്ല, തിരിച്ചു ചെല്ലുന്നില്ല എന്നാണ് ചോദ്യം. റമദാൻ നമ്മുടെ മുമ്പിൽ അതിനുള്ള ഏറ്റവും അനുകൂലമായ അവസരമാണ്. നോമ്പും രാത്രി നമസ്കാരവും ലൈലത്തുൽ ഖദ്റുമെല്ലാം ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആവർത്തിച്ചു പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതേപോലെ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ, ആരെങ്കിലും റമദാനിന്റെ രാത്രിയിൽ വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നിന്ന് നമസ്കരിക്കുന്നുവെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതേപോലെ തന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി രാത്രി നിന്ന് നമസ്കരിച്ചാൽ അയാളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഇങ്ങനെ എത്രയോ വഴികൾ റമദാനിൽ വിശേഷിച്ചും അല്ലാഹു നമുക്ക് മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഹതഭാഗ്യനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് പറഞ്ഞത്, മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാനിൽ ആയുസ്സോടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് ഉണ്ടായിട്ടും മഗ്ഫിറത്ത് നേടിയെടുക്കാൻ പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് തെറ്റുകളും കുറ്റങ്ങളും മായിച്ച് പൊറുക്കലിനെ തേടുവാൻ സാധിക്കാത്ത ആൾ, അയാൾ എത്രമാത്രം ഭാഗ്യം കെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്ത ഹദീസ് ഏകദേശം മിക്ക റമദാനുകളിലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. 3 സ്റ്റെപ്പുള്ള പ്രവാചകന്റെ മിമ്പറിലേക്ക് കയറുമ്പോൾ സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ 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 എന്നിങ്ങനെ പറയുന്നത്. അതിലൊന്ന്, റമദാൻ കിട്ടിയിട്ടും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടി പാപമോചനം നേടിയെടുക്കുവാൻ സാധിക്കാത്ത ഹതഭാഗ്യനായ മനുഷ്യൻ പടച്ചറബിന്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെ അകറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറയാൻ എന്നോട് നിർദ്ദേശിച്ചത് കൊണ്ട് ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബുഅദൻ ലിമൻ അദ്റക റമളാൻ വലം യുഗ്ഫർ ലഹു. റമളാൻ കിട്ടിയിട്ടും പാപമോചനം നേടിയെടുക്കുവാൻ സാധിക്കാത്ത ആളുകൾക്ക് ദൂരെ, അവർ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ. ഇദാ ലം യുഗ്ഫർ ലഹു ഫീഹി ഫമത. റമളാനിൽ അള്ളാഹുവിനോട് കരഞ്ഞ് പശ്ചാത്തപിച്ച് പടച്ചറബിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് പകലിന്റെ സമയത്ത് നോമ്പെടുത്ത് രാത്രി ഏറെ നേരം നിന്ന് നമസ്കരിച്ച് മറ്റു സമയങ്ങളിലൊക്കെ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് റബ്ബിലേക്ക് പരമാവധി അടുക്കുന്ന ഒരടിമ ആ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, പടച്ചവനെ, എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമാന ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും നീ എനിക്ക് പുറത്തു തരേണമേ എന്ന് പറഞ്ഞ് മഗ്ഫിറത്ത് നേടിയെടുക്കുവാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഫമത, പിന്നെ എപ്പോഴാണ് അയാൾക്ക് പാപമോചനം നേടുവാൻ സാധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പക്ഷേ ആ പാപമോചനം നമുക്ക് എളുപ്പമാണ്, തൗബ നമുക്ക് എളുപ്പമാണ്. എങ്കിലും കേവലം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ളതല്ല. അതുകൊണ്ടായില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. പ്യുവറായിട്ടുള്ള, യാതൊരുവിധ കലർപ്പുകളുമില്ലാത്ത സംശുദ്ധമായ തൗബ അത് നിങ്ങൾ ചെയ്യണം വിശ്വാസികളെ എന്ന് പരിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം സൂറത്തുൽ തഹ്രീമിലെ 8-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്. അതെങ്ങനെയാണ് നസൂഹായ തൗബ, സംശുദ്ധമായ തൗബ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതിലൊന്ന്, അൻ യകൂന മുഖ്ലിസ, ആ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവുക എന്നതാണ്. അഥവാ പടച്ചറബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാൻ സാധിക്കണം. ലാ റിയാഅൻ വലാ സുംഅ, ആളുകൾക്കിടയിൽ ഞാനൊരു പശ്ചാത്താപത്തിന്റെ ആളാണ്, ഭക്തിയുള്ള ആളാണ്, മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രകടനപരതയുടെ കരച്ചിലിന്റെ തൗബയല്ല, പശ്ചാത്താപമല്ല. മറിച്ച് ആത്മാർത്ഥമായി ആരും കാണുന്നില്ലെങ്കിലും റബ്ബുമായി ഒഴിഞ്ഞിരിക്കാൻ, എന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ കണ്ണുനീരും നരകത്തിന്റെ തീനാളങ്ങളും ഒരിക്കലും സംഗമിക്കുകയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മുടെ എല്ലാവരുടെയും ഒരു ബാക്ക് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ, ഇന്നലകളും കഴിഞ്ഞുപോയ ദിവസങ്ങളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ എന്തെല്ലാം ചെയ്തു പോയിട്ടുണ്ട്.
ചെയ്യാൻ അള്ളാഹു പറഞ്ഞത് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഹറാമുകൾ ചെയ്ത, ഹറാമുകൾ കാണാൻ പാടില്ലാത്ത സംഗതികൾ അള്ള നൽകിയ കണ്ണുകൊണ്ട് കണ്ട, ഹറാമുകൾ പറയാൻ പാടില്ലാത്ത നാവുകൊണ്ട് പടച്ചറബ് വിലക്കിയ ഹറാമുകൾ പറഞ്ഞ, കാതുകൊണ്ട് ഹറാമുകൾ കേട്ട, ഇങ്ങനെ പലതും നമ്മുടെ എല്ലാം ജീവിതത്തിൽ വന്നു പോയിട്ടില്ലേ? സ്വാഭാവികമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി പടച്ചറബിനോട് പൊറുക്കലിനെ തേടുവാൻ സാധിക്കണം. രണ്ടാമത്തേത് അൻ യന്തമ അലാ മാ വഖഅ, കഴിഞ്ഞുപോയ ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് സങ്കടവും ഒരു കുറ്റബോധവും വേണം. ആ സമയത്തൊന്നും എന്നെ റബ്ബ് തിരിച്ചു വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് പടച്ചറബിനോട് ആത്മാർത്ഥമായി ആ ചെയ്ത തെറ്റുകളെ സംബന്ധിച്ച് ഓർത്ത് മനസ്സ് വേദനിച്ചുകൊണ്ട് റബ്ബിലേക്ക് പശ്ചാത്തപിക്കുവാൻ സാധിക്കണം. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, പല ആളുകൾക്കും അവരുടെ ജാഹിലിയത്തിൽ ചെയ്തു പോയ തോന്നിവാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് കൂട്ടുകാരോട് ആസ്വദിക്കുന്നൊരു രീതിയുണ്ട്. അത് പിശാചാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് തിന്മകളെ സംബന്ധിച്ച് മനസ്സിൽ വേദനയും സങ്കടവും ഉണ്ടെങ്കിൽ അതൊരിക്കലും പറയുവാനോ വേറൊരാളെ കേൾക്കുവാനോ നമ്മൾ ആഗ്രഹിക്കുകയില്ല. മൂന്നാമത്തെ സംഗതി അൻ യഖ്ലഅ അനിൽ ദംബ് വഅൻ ലാ യഊദ ഇലൈഹി ഫിൽ മുസ്തഖ്ബൽ, ആ തെറ്റിൽ നിന്ന്, തെറ്റിന്റെ സാഹചര്യത്തിൽ നിന്ന് പരമാവധി വിട്ടകന്ന് നിൽക്കുകയും ഇനി ഒരിക്കലും ഭാവിയിൽ ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആത്മാർത്ഥമായ നസൂഹായ തൗബയുടെ അടയാളങ്ങൾ. ഇനിയും അവസരം കിട്ടിയാൽ ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആ തൗബ നസൂഹായ തൗബയല്ല, നിഷ്കളങ്കമായ സംശുദ്ധമായ തൗബയല്ല, കപടതയാണ്, കാപട്യമാണ്. പടച്ചറബിന് അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലാ തൗബത മഅൽ ഇസ്റാർ, തെറ്റിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു തൗബ, അങ്ങനെ ഒരു തൗബയില്ല. ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള മനസ്സ് വേണം. പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 135-ാമത്തെ വചനത്തിൽ വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞപ്പോൾ പ്രത്യേകം ഉണർത്തി, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ അറിഞ്ഞുകൊണ്ട് അവർ പിടിച്ചു നിന്ന് ന്യായീകരിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു രീതി ഉണ്ടാവുകയില്ല എന്ന്. വൃത്തികേടുകൾ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ, അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ദുർബലമായ നിമിഷത്തിൽ മദ്യം നുകർന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ലഹരി അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ആസ്വദിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ അള്ളാഹു നൽകിയ സംസാര ശേഷി കൊണ്ട്, അള്ളാഹു നൽകിയ കാതുകൊണ്ട് ഗീബത്തും നമീമത്തും പറയുന്നതും അത് കേൾക്കുന്നതുമൊക്കെ ഒരു ഹോബിയായി സമയം ചെലവഴിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ സംഗീതവും അശ്ലീലവുമൊക്കെ അതിനുവേണ്ടി സമയം എത്രയോ തുലച്ച, പൈസ എത്രയോ മുടക്കിയ, അതിനുവേണ്ടി ദീർഘമായി കൂട്ടുകാരോടൊത്ത് രാത്രി സമയം പങ്കിട്ട അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ ആത്മാർത്ഥമായി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അതിനെല്ലാം പരിഹാരമാണ് റമളാൻ. ആ പദം തന്നെ അറിയിക്കുന്നത് പോലെ കരിച്ചു കളയുക എന്ന തിന്മയുടെ എല്ലാ ശേഷിപ്പുകളെയും കരിച്ചു കളയുന്ന, വൃത്തിയാക്കി സ്ഫുടം ചെയ്തെടുക്കുന്ന അതിനുള്ള അവസരമാണ് റമളാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ ഒരു കാര്യം അൻ യറുദ്ദൽ മളാലിമ ഇലാ അഹ്ലിഹ, പടച്ചവനും പടപ്പുകളും മാത്രമായിട്ടുള്ള അന്യായങ്ങളല്ല, ചിലപ്പോൾ മനുഷ്യനോട് തന്നെ ചെയ്ത അക്രമങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും ആളുകളുടെ സമ്പത്ത്, അയാളുടെ പൈസ അയാൾ അറിയാതെ അനർഹമായി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അയാളുടെ വിലപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾ നമ്മൾ കവർന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്നതാണ് തൗബയുടെ മറ്റൊരു നിബന്ധന. അതല്ലാതെ തോന്നിവാസങ്ങളും അന്യായങ്ങളും ഒക്കെ ചെയ്ത് പള്ളിയുടെ മൂലയിൽ വന്ന് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതല്ല ശരിയായിട്ടുള്ള തൗബ. തൗബത്തൻ നസൂഹ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഹക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കുവാൻ തയ്യാറാകണം. ഉടമസ്ഥൻ മരണപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, അയാളുടെ അനന്തരാവകാശികളുണ്ട്. നിന്റെ വാപ്പയുടെ അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠന്റെ ഇന്ന സന്ദർഭത്തിൽ എന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ട, അല്ലെങ്കിൽ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എടുത്തുപോയ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. പരലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഇനി ജനിച്ച് മരിക്കാനിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ വഷളാക്കപ്പെടുന്നതിന് മുമ്പ് കള്ളനും കൊള്ളക്കാരനും തെമ്മാടിയും തോന്നിവാസിയും എന്ന് പറഞ്ഞ് അവഹേളിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ
അത് നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. ഇനി അയാളെ നമുക്ക് കാണുന്നില്ലെങ്കിലോ, പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചൊരു കാര്യം, അയാളുടെ പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യണം. 1000 രൂപ അനർഹമായി നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഉടമസ്ഥനെ, ആ വസ്തുവിന്റെ ഉടമസ്ഥനിലേക്ക് തിരിച്ചേൽപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അയാളെ കണ്ടുകിട്ടാനില്ല, ഒരുപക്ഷെ അയാൾ മരിച്ചു പോയിട്ടുണ്ടാകും, അയാളുടെ അനന്തരാവകാശികൾ ആരാണ് എന്നും അറിയുന്നില്ല. എങ്കിൽ അയാളുടെ പേരിൽ ഒരു നന്മയുടെ മാർഗത്തിൽ സദക്ക ചെയ്യണമെന്നാണ്. അതിന്റെ പേരിൽ പരലോകത്ത് നമ്മൾ പിടിച്ചു നിർത്തപ്പെടാതിരിക്കാൻ, ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഇങ്ങനെ സംശുദ്ധമായ തൗബയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ നഷ്ടപരിഹാരം മനസ്സിന് ഒരു ആശ്വാസമാണ്. അയാളുടെ അനർഹമായ എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുത്തു എന്നുള്ള ഒരു തോന്നൽ മനസ്സിന് നൽകുന്ന ഒരു ആശ്വാസം. അതേപോലെ ആരെയെങ്കിലും നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത്, സ്വാധീനമുള്ള സാഹചര്യത്തിൽ കൈകൊണ്ടോ കാലുകൊണ്ടോ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ആ മനുഷ്യനോട് പറയണം, നിന്നെ അടിച്ചതുപോലെ നീ എന്നെ തിരിച്ചടിച്ചോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുവാൻ ഇസ്ലാമിക ലോകത്തെ വലിയ വലിയ ഖലീഫമാർക്ക് പോലും, ഭരണാധികാരികൾക്ക് പോലും സാധിച്ചത് പരലോകം എന്നത് സത്യമാണ്, അവിടെ റബ്ബിന്റെ ചോദ്യമുണ്ടാകുമെന്നത് ബോധ്യപ്പെട്ടപ്പോൾ അവർ ചെയ്ത സംഗതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുന്നിലുള്ള ആ അവസരം അൻ തകൂന തൗബതു ഖബ്ല ഫവാതിൽ അവാൻ, ആ അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമ്മൾ നിർവഹിക്കണം. കാരണം മരണം ഏത് സമയത്തും നമ്മെ തേടിയെത്താം. അതുകൊണ്ട് പിന്നീടാകട്ടെ, ഞാൻ ഇനിയും ഒക്കെ ജീവിക്കുമെന്നുള്ള ഒരു തോന്നലിൽ അടുത്ത റമദാനിൽ അല്ലെങ്കിൽ പിന്നെ സാഹചര്യം സൗകര്യം കിട്ടുമ്പോൾ അപ്പോൾ ഒന്ന് പറയാം, ഒന്ന് നേർപ്പിച്ച് സൗകര്യപ്പെട്ട് അയാളെ ഒന്ന് മാനസികമായി ഒന്ന് തരപ്പെടുത്തിയിട്ട് സാവകാശം ഒന്ന് പറയാം എന്ന് പറഞ്ഞ് തൗബയെ നമ്മൾ പിന്തിപ്പിച്ചാൽ നമുക്ക് പിന്നീട് ആ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. സഹോദരങ്ങൾ, എത്രയോ ആളുകളാണ് പെട്ടെന്ന് ഒരു രോഗവുമില്ലാത്ത ആളുകൾ തളർന്ന് കുഴഞ്ഞങ്ങ് വീഴുന്നു, അവർ കോമ സ്റ്റേജിലേക്ക് പോകുന്നു, അവരെ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി ആക്കി പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ പോയിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന എത്രയോ സംഭവങ്ങൾ, ഒന്നല്ല രണ്ടല്ല പലതും നമ്മൾ കേട്ടതാണ്. ഇതുപോലെയുള്ള അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ഒന്നുകിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മളും വേറെ ആരുമായിട്ടാണോ ആ ഹക്കിടപാടുള്ളത് അയാൾക്കോ സംഭവിച്ചാൽ പിന്നെ ആരോട് നമ്മൾ മാപ്പ് പറയും? ആരെ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെടുവിക്കും? അതുകൊണ്ട് ഒട്ടും നമ്മൾ താമസിപ്പിക്കാതെ, വൈകിപ്പിക്കാതെ, പ്രത്യേകിച്ച് റമദാനിന്റെ ഈ പുണ്യരാവിൽ അങ്ങനെയുള്ള ആരോടെങ്കിലും ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൻ നിസായിലെ 17-ാമത്തെ വചനമാണ്. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. അറിവില്ലായ്മ കൊണ്ട്, അവിവേകം നിമിത്തം തിന്മകൾ ചെയ്തു പോയ ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് റബ്ബ് ഏറ്റിട്ടുണ്ട് എന്ന്. അപ്പോ അവിവേകം എന്നത്, അറിവില്ലായ്മ എന്നത് തെറ്റാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ ശരിയായ രീതിയിലുള്ള അന്ത്യവും അപകടങ്ങളും മനസ്സിലാക്കി വിവേകത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത എല്ലാവരും, പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇമാമിയങ്ങൾ പൂർവ്വകാലത്തെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, തെറ്റ് ചെയ്യുന്ന എല്ലാവരും ജാഹിലീങ്ങളാണ്. ജഹാലത്തോടുകൂടി അല്ലാതെ ഒരാൾക്കും തെറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല, വിവേകത്തോടുകൂടി തെറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അവിവേകികളാണ് തെറ്റ് ചെയ്ത എല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ പശ്ചാത്താപമുണ്ട്. സുമ്മ യതൂബൂന മിൻ ഖരീബ്, അധികം വൈകിപ്പിക്കാതെ ഉടനെ തന്നെ പശ്ചാത്തപിക്കുന്നവർ. അതെന്താണ്? മരണമാണ് എന്നാണ്. മരണം ഏത് സമയത്തും നമ്മെ തേടിയെത്തും. അതുകൊണ്ട് നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് വൈകിപ്പിക്കേണ്ടതില്ല. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. വകാനല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റൂഹ് നമ്മളുമായി വേർപിരിയുന്നതിന് മുമ്പ്, മലക്കുൽ മൗത്തിനെ നമ്മൾ നേരിട്ട് കാണുന്നതിന് മുമ്പ് നമുക്കതിനുള്ള അവസരമുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച ആളുകളാണ് എങ്കിൽ, അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചവരാണെങ്കിൽ, അവർ മരിച്ചു പോകാതെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ആ വാപ്പയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, വന്നുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ആ ഉപ്പയുടെയും ഉമ്മയുടെയും കാൽക്കൽ വീഴാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആരും ചെറുതാവുകയല്ല, റബ്ബിന്റെ മുന്നിൽ വലുതാവുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവിധ തിന്മകളിൽ നിന്നും, സർവമാന ദൂഷ്യങ്ങളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും കരഞ്ഞ് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ
പകൽ സമയത്ത് നമ്മൾ ഒന്നും തിന്നാതെ കുടിക്കാതെ പട്ടിണി കിടന്നത് യഥാർത്ഥ നോമ്പായി മാറുകയുള്ളൂ. രാത്രികാലങ്ങളിൽ ദീർഘമായി നമസ്കരിച്ച നമസ്കാരം പടച്ചറബിങ്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇല്ലാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയവനെന്നുള്ള അഹംഭാവവും അഹങ്കാരവുമാണ് എങ്കിൽ ആ ഇബാദത്തുകളൊന്നും റബ്ബ് സ്വീകരിക്കുകയില്ല എന്നതുകൂടി നാം തിരിച്ചറിയുക. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അടിമ പടച്ചറബിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കുറ്റബോധം കൊണ്ട് തപിക്കുന്ന മനസ്സുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിലേക്ക് തിരിച്ചു ചെന്നാൽ ആ റബ്ബ് നമ്മെ സ്വീകരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫർഹതൻ ബിതൗബതി അഹദികും. നിങ്ങളിൽ ഒരാൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ പടച്ചറബ് അങ്ങേറ്റം ആഹ്ലാദിക്കും, സന്തോഷിക്കുമെന്നാണ്. അതിന്റെ ആ ഊക്കും ഗൗരവവും ആഴവും പരപ്പുമൊക്കെ അറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം, ഒരു ഉപമ വിശദീകരിച്ചു. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനമാകുന്ന ഒട്ടകപ്പുറത്ത് അയാൾക്ക് വേണ്ടുന്ന വെള്ളവും ഭക്ഷണവും ഒക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കുറെ നേരം അയാൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്നപ്പോൾ ഒരു മരം കിട്ടി. ആ മരത്തിന്റെ തണലിൽ അയാൾ അല്പനേരം വിശ്രമിക്കുവാൻ വേണ്ടി ഇറങ്ങി ആ മരത്തിൽ ചാരി ഇരുന്നപ്പോൾ അയാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ്. ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ അയാളുടെ ഒട്ടകം അയാളുടെ മുന്നിലില്ല. കേവലം യാത്രക്കുള്ള വാഹനം എന്നതിനേക്കാൾ ഉപരി അയാളുടെ ആ മരുഭൂമിയിൽ എല്ലാം എന്ന് പറയാവുന്ന ഭക്ഷണവും വെള്ളവും യാത്രക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അയാളുടെ പ്രതീക്ഷയും എല്ലാമായ ആ ഒട്ടകം കാണാതെയായപ്പോൾ ഞാൻ ഇവിടെ പിടഞ്ഞു മരിക്കും എന്ന് ആത്മഗതം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച് അയാൾ വീണ്ടും ക്ഷീണിച്ച് തളർന്ന് അവിടെ ഉറങ്ങിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് അയാൾ പിന്നീട് ഒന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അയാളുടെ ഒട്ടകം അയാളെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് അയാൾ കാണുകയാണ്. ആ ഒട്ടകത്തിന്റെ പുറത്തു വെച്ച വെള്ളത്തിൽ നിന്നൊരു തുള്ളി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ആ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നൊരു തരി പോലും കുറവ് വന്നിട്ടില്ല. അങ്ങനെ ആ ഒട്ടകത്തെ കണ്ട മാത്രയിൽ അയാൾക്കുണ്ടായ സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഊക്കറിയാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. സന്തോഷത്തിന്റെ തള്ളിച്ച കൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. പടച്ചവനെ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് പറയേണ്ടത് തിരിഞ്ഞുപോയി. അള്ളാഹുവെ, നീ എന്റെ അത്യുന്നതനായ റബ്ബും ഞാൻ നിന്റെ വിനയാന്വിതനായ ദാസനുമാണ് എന്ന് പറയേണ്ട മനുഷ്യൻ ആഹ്ലാദത്തിന്റെ തള്ളിച്ച കൊണ്ട് ഊക്കുകൊണ്ട് പറഞ്ഞത് തിരിഞ്ഞുപോയി. അത്രമാത്രം ആ സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കി. അതിനേക്കാൾ റബ്ബ് സന്തോഷിക്കും. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, പശ്ചാത്താപം സത്യസന്ധമാണെങ്കിൽ ആ റബ്ബ് നമ്മെ സ്വീകരിക്കും. ആ റബ്ബുണ്ടായിട്ടും കാര്യങ്ങൾ വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണ്ടായിട്ടും കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടും ഞാൻ ഇങ്ങനെ തന്നെയാണ് പോവുക എന്ന് പറഞ്ഞാൽ അവരെ നരകത്തിന്റെ അടിത്തട്ടിലല്ലാതെ പിന്നെ എവിടെ കൊണ്ടുപോയിടും എന്നുകൂടി നമ്മൾ ആലോചിക്കണം. റമദാനിന്റെ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമകളെ മോചിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും
നരകത്തിൽ നിന്ന് മുക്തരായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യരാകണമെങ്കിൽ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി മനസ്സുവെച്ച് റബ്ബിലേക്ക് പശ്ചാത്തപിക്കേണ്ടതാണ്. നമ്മൾ ചെയ്തു പോയിട്ടുള്ള സകലമാന തെറ്റുകുറ്റങ്ങളും പടച്ചറബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരണമെന്നുള്ള ആത്മാർത്ഥമായ ചിന്തയും പ്രാർത്ഥനയും അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ പുറത്ത് പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, പല സഹോദരങ്ങളും രോഗികളായി കിടക്കുന്ന അവസ്ഥ നമുക്കറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകളുണ്ട്. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പല സഹോദരങ്ങളുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ആദർശ സഹോദരനായ അൻവർ സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ട വിവരം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും. കോഴിക്കോട് സ്വദേശിനിയാണ് അവരെങ്കിലും നമ്മളുമായി ഏറെ സഹകരിക്കുന്ന അൻവർ സാഹിബിന്റെ ആ സങ്കടത്തിൽ നമ്മളും പങ്കുചേർന്ന് ആ ഉമ്മയുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുവാനും അവരെയും നമ്മെയും പടച്ചറബ് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുവാനും നമ്മൾ ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കലൂർ കറുകപ്പള്ളി സ്വദേശിയായ നമ്മുടെ യഹ്യ സാഹിബ് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഒരവസ്ഥയിൽ രോഗബാധിതനായി ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും നമുക്കെല്ലാവർക്കും അള്ളാഹു നന്മ നിറഞ്ഞതാക്കി പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه